ഈശ്വരേറ്റം സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ജൂലൈ 5-ാം തീയതി നമ്മൾ നമ്മുടെ ഇടവക ദിനം ആഘോഷിക്കുകയാണല്ലോ. അതിൻ്റെ എല്ലാ ആശംസകളും മുൻകൂട്ടി നിങ്ങൾക്ക് നേരുന്നു. അന്നേ ദിവസം മറ്റൊരു വലിയ പ്രത്യേകതയും പഴയിടം വിശുദ്ധ മിഖായേൽ പള്ളി ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമ്മളുടെ ഇടവക സമ്പൂർണ്ണ ഡിജിറ്റലൈസ്ഡ് ഇടവകയായിട്ട് അന്ന് ജനറൽ അച്ഛൻ പ്രഖ്യാപിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഡിജിറ്റലൈസേഷൻ നടത്തിയതെന്ന് ഞങ്ങൾ കുറച്ചു പേർക്കെങ്കിലും അറിയാം. നമ്മുടെ SMIM യുവജന സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ ഒരു ഗൂഗിൾ ഫോം തയ്യാറാക്കി എല്ലാ വീടുകളിലും നൽകിയിരുന്നു. അത് ഈ യുവജന സുഹൃത്തുക്കളുടെയും കൂട്ടായ്മ ശുശ്രൂഷകരുടെയും പാരിഷ് കൗൺസിൽ അംഗങ്ങളുടെയും സഹകരണത്തോടെ വീടുകളിൽ വന്ന് അത് പൂരിപ്പിച്ച് അത് ഡിജിറ്റൽ ഫോം ഗൂഗിൾ ഫോമിലാണ് അത് സേവ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓരോ കുടുംബത്തിൻ്റെയും വിവരങ്ങൾ നമ്മൾ ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അത് ഇനി നമുക്ക് പണ്ടുണ്ടായിരുന്ന നമ്മളുടെ ഈ കുടുംബ രജിസ്റ്റർ പോലെ, ഓരോ കുടുംബത്തിലും നൽകിയിരുന്ന കുടുംബ രജിസ്റ്റർ പോലെ ഓരോരുത്തർക്കും അവരവരുടെ ആത്മസ്ഥിതി വിവരങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പാകത്തിന് ഒരു കാർഡ് എല്ലാ വീടുകളിലും നൽകുന്നതായിരിക്കും. ഒരു സ്മാർട്ട് കാർഡ്, അതായത് നമ്മുടെ ആധാർ കാർഡൊക്കെ പോലെയുള്ള ഒരു കാർഡ്. ആ കാർഡില് അത്യാവശ്യം പള്ളിയുടെ വിവരങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വീട്ടുപേരും പേരും ഒക്കെ ഉണ്ടാവും. അതുകൂടാതെ ആ കാർഡിൽ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ടാവും. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വീട്ടിലെ സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ ആൾക്കാരുടെയും സമ്പൂർണമായിട്ടുള്ള വിവരങ്ങൾ അവിടെ നമുക്ക് ലഭ്യമാണ്, കാണാനായിട്ട് പറ്റും. ഇതിന്റെ ഒരു മെച്ചം എന്ന് പറയുന്നത്, നമ്മള് ഈ കുടുംബ രജിസ്റ്റർ നൽകുമ്പോൾ അതിനകത്തെ ഡീറ്റെയിൽസ് ചിലർക്കൊക്കെ മാറ്റാനായിട്ട് പറ്റും, തിരുത്താനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള തിരുത്തൽ വരുത്താനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് ഒരു മെച്ചം. അതുകൊണ്ട് അത് എപ്പോഴും അതുപോലെ തന്നെ ആയിരിക്കും. അതിനെന്തെങ്കിലും തിരുത്തൽ വരുത്തണമെങ്കിൽ അത് ഇടവകയുടെ ഓഫീസ് മുഖേന മാത്രമേ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സമ്പൂർണമായിട്ടുള്ള ഒരു ഡിജിറ്റലൈസ്ഡ് ഇടവകയായിട്ട് നമ്മുടെ ഇടവകയെ അന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു നാഴികക്കല്ലായി മാറുകയാണ്. അപ്പൊ അതിന് സഹകരിച്ച എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ജെറിൻ ജെറിന്റെ നേതൃത്വത്തിലാണ് അത് ചെയ്തത്. അതിന് ഞാൻ ജെറിനോടുകൂടെ സഹകരിച്ച യുവജന സുഹൃത്തുക്കളെയും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. അപ്പം കൂട്ടായ്മ ശുശ്രൂഷകരും പാരിഷ് കൗൺസിൽ അംഗങ്ങളും. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു ഗൂഗിൾ മാപ്പും കൂടെ, നമ്മുടെ ഇടവകയുടെ ഒരു ഗൂഗിൾ മാപ്പും കൂടെ തയ്യാറാക്കുന്നു. ഇതിന്റെ എല്ലാം ഒരു പ്രഖ്യാപനമാണ് ജൂലൈ 5-ാം തീയതി ഞായറാഴ്ച വലിയ ബഹുമാനപ്പെട്ട വികാരി ജനറൽ നടത്തുക. അപ്പം ഈ വലിയ സന്തോഷത്തിന്റെ, അഭിമാനത്തിന്റെ നിമിഷങ്ങളിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യും.